ഭരണപ്രതിസന്ധി രൂക്ഷമായതോടെ കേരള സർവകലാശാലയിലെ തർക്കത്തിൽ സംസ്ഥാന സർക്കാരും വിസിയും അനുനയ പാതയിലാണ്. വിസി മോഹനൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി. പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ ചാൻസലർ കൂടിയായ ഗവർണറുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അതേസമയം 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സർവകലാശാലയിലെത്തിയ മോഹനൻ കുന്നുമ്മൽ കെട്ടിക്കിടന്ന ഫയലുകളിൽ ഒപ്പിട്ടു. അതിനിടെ സെനറ്റ് ഹാളിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ പ്രകോപിതനായി മോഹനൻ കുന്നുമ്മൽ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി വൈസ് ചാൻസലർ മോഹനൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇതുമൂലം സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെയാണ് ഇന്ന് അനുനയത്തിന്റെ ഭാഷയുമായി സർക്കാർ എത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ ഗവർണറുമായും ചർച്ച നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്, കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം. ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചാൻസലർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത്. അദ്ദേഹത്തെ ആവശ്യമെങ്കിൽ അദ്ദേഹത്തെയും കണ്ട് സംസാരിക്കേണ്ടതുണ്ട്. വൈസ് ചാൻസലർ ഇല്ലാത്ത 3 ആഴ്ചക്കാലം കൊണ്ട് കേരള സർവകലാശാലയിൽ വന്നു നിറഞ്ഞത് 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ്. കനത്ത പോലീസ് സുരക്ഷയിൽ ഇന്ന് സർവകലാശാലയിലെത്തിയ മോഹനൻ കുന്നുമ്മൽ എല്ലാ ഫയലുകളിലും ഒപ്പുവെച്ചു. 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഒന്നും തന്നെ ഇവിടെ ഒപ്പിടാനില്ല. അതുകൂടാതെ PhDയുടെ പാനൽ, അങ്ങനെയുള്ള അത്യാവശ്യ ഫയലുകൾ എല്ലാം തന്നെ തീർന്നു. ഈ ടേബിൾ ഫ്രീ ആണ്. അതേസമയം രജിസ്ട്രാർ മുഖേന അല്ലാത്ത ഫയൽ നീക്കങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പുരോഗതിയുണ്ടായത്. എന്നാൽ KS അനിൽകുമാർ അയച്ച ഒരു ഫയലും VC നോക്കിയില്ല. അനിൽകുമാറിനോടുള്ള നിലപാടിലും മാറ്റമില്ല. സസ്പെൻഡ് ചെയ്ത ഒരാളെ, ഇവിടെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇനി എങ്ങനെ എൻക്വയറി നടത്താൻ പറ്റും? തീർച്ചയായിട്ടും അതിലൊരു തീരുമാനം അപ്പൊ ഞാൻ ഈ വിഷയങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. SFIക്കാരുടെ സമരം അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതൃപാടവം പാർട്ടിയെ ബോധ്യപ്പെടുത്താനാണെന്ന ആക്ഷേപവും VC ഉന്നയിച്ചു. ഇതിനിടെയായിരുന്നു ചെഗുവേരയെക്കുറിച്ചുള്ള പരാമർശം. അല്ലല്ല, ചെഗുവേര എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവേരയുടെ പടം വെക്കേണ്ട, ചെഗുവേരയുടേതോ സവർക്കറുടെയോ ആരുടെയും പടം വെക്കേണ്ട. അവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അവിടെ ONV കുറുപ്പിന്റെ പടം വെക്കായിരുന്നു. ഇതോടെ സെനറ്റ് ഹാളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വച്ചതിൽ പ്രശ്നമില്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. പിന്നാലെയായിരുന്നു ഇറങ്ങിപ്പോക്ക്. ഫയൽ നീക്കങ്ങളിലും സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നൽകുന്നതിലും മാറ്റമുണ്ടായെങ്കിലും സിൻഡിക്കേറ്റ് VC അധികാര തർക്കത്തിൽ എന്ത് സമവായം ഉണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.